ഹലോ ഗൈസ്, ഞാനിപ്പോൾ ബ്രോ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 4-5 മാസമായി. ആൻഡ് ദിസ് ഈസ് ദി ആക്ച്വൽ റിയാലിറ്റി ആഫ്റ്റർ 4 or 5 months. ഞാൻ ചോദിക്കുന്നു, ഇഫ് യു ആർ പ്ലാനിങ് ടു ജോയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ലെവലിൽ എവറിത്തിങ് ഫീൽസ് വെരി മാനേജബിൾ. പക്ഷേ അത് പതിയെ 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 കയ്യിൽ നിന്ന് പോകും. ഡിഫിക്കൽറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സെക്ഷൻ അല്ല, ഇതിൽ കുറച്ച് മെന്റൽ പ്രഷർ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രഗിൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ഇത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് ആരൊക്കെ ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ആരൊക്കെ നിൽക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരാളും ഒരു സെയിം പേസിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കാറില്ല. അതാണ് കൂടുതലും സംഭവിച്ചു വരാറുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കുറച്ച് മന്ത്സ് എക്സ്പീരിയൻസ് ആയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു വീക്ക് പാസ്സായത്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കറൻ്റ്ലി 10th വീക്കാണ്. 9th വീക്കും 10th വീക്കും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ 10th വീക്കാണ്. ഏകദേശം ഈ വീക്ക് പാസ്സാകാൻ 9th വീക്ക് പാസ്സാകാൻ എനിക്ക് ഒറ്റ റിപ്പീറ്റ് വേണ്ടി വന്നുള്ളൂ. പക്ഷെ അത് 10th പോയപ്പോൾ ഏകദേശം 3 or 4 റിപ്പീറ്റ് വന്നു. ആക്ച്വലി ഇപ്പോൾ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം, ഒരു 4-5 മാസത്തെ കണക്കെടുത്ത് 4 മാസം എന്ന് പറയുമ്പോൾ ഒരു 16-20 വീക്ക് ആണ് കണക്ക് കൂട്ടൽ പ്രകാരം വരേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ കറൻ്റ്ലി 10th വീക്ക് ആയതേ ഉള്ളൂ. സോ ടൈം കൺസ്യൂമിങ് ആണ്. ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. 1 വർഷം കൊണ്ട് എന്തായാലും അത് തീർക്കാൻ പറ്റൂല, ഉറപ്പാ. പിന്നെ എന്നോട് പലവരും ഒന്ന് ചോദിക്കുന്നുണ്ട്, ഇത് ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത്. ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ അവസാനം എൻ്റെ മണ്ടേ കയറും. സോ നിങ്ങൾ തീരുമാനിച്ച് ജോയിൻ ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. സോ എന്നോട് വന്ന് ചോദിക്കാൻ, ബ്രോ ഞാൻ ജോയിൻ ചെയ്യട്ടെ, ബ്രോ ഞാൻ ജോയിൻ ചെയ്യണോ, ഞാൻ ഇത് പഠിച്ചിട്ട് നിൽക്കണം, അത് പഠിച്ചിട്ട് നിൽക്കണം, അതൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കൊക്കെ ഇവിടെ ജോയിൻ ചെയ്യാം എന്നുള്ളതിനൊരു ഒരു നോട്ട് പറഞ്ഞുതരാം. ഇവിടെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുക. അതെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. അത് ഒന്നാമത്തെ മെയിൻ പോയിന്റ്. രണ്ടാമത്തത്, ഇവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡേ ബൈ ഡേ നിൽക്കണം. കമ്മ്യൂണിക്കേഷൻ സെക്ഷനും അതുപോലെ ടെക്നിക്കൽ സെക്ഷനും തരുന്ന വർക്കും അതെല്ലാം പക്കയായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയാൽ ലേറ്റ് ആകാതെ പഠിച്ചിറങ്ങാം. പിന്നെ ഇത് സ്യൂട്ടാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ടെക്നിക്കൽ സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലും ബെനിഫിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ലോങ് ടേം ബെനിഫിറ്റ് നോക്കുന്നവർക്കും ഇത് നല്ലതാണ്. സോ പെട്ടെന്ന് പഠിച്ച് ജോലിക്ക് കയറാൻ പറ്റില്ല. സോ ടൈം എടുത്ത് നല്ലോണം മനസ്സിലാക്കി ജോയിൻ ചെയ്യാം. ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഹൂ ഷുഡ് നോട്ട് ജോയിൻ എന്ന് എന്നോട് ചോദിച്ചു. ആരൊക്കെ ജോയിൻ ചെയ്യേണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടി നിൽക്കാൻ പറ്റാത്തവര്, അതിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവര് ഇവിടെ പാടുപെടും. സോ അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വിട്ടേക്ക്, വേറെ പരിപാടി നോക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വിക്ക് റിസൾട്ടിനായിട്ടാണെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യരുത്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ വഴി നോക്കിക്കോ, അല്ലാതെ ഇവിടെ ഒരു മുന്നാക്കം കിട്ടാൻ പോണില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജോയിൻ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ ഞാൻ പറയില്ല. ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം പോയി ഇവിടെ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട്, ബ്രോ അല്ലേ പറഞ്ഞത് പോയി ജോയിൻ ചെയ്യാൻ, അതുകൊണ്ടല്ലേ ഞാൻ ജോയിൻ ചെയ്തത് എന്നൊക്കെ എന്നോട് ഒന്ന് ചോദിക്കും. അവസാനം എന്റെ മണ്ടേ കയറും. അതുകൊണ്ടാണ് ഞാൻ ഒരു അഭിപ്രായം അതിന് പറയാത്തത്. അപ്പൊ ഇത്രയും മാസത്തെ 4-5 മാസത്തെ എന്റെ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് ഇത്. ഇപ്പൊ കറന്റ്ലി ഞാൻ 10th വീക്കിലാണ്. അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നല്ലോണം ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ഡിസിഷൻ എടുക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾ തീരുമാനിക്കുക, നല്ലോണം ആലോചിച്ച് മാത്രം തീരുമാനിക്കുക. ഒരു ലോങ് ടേം എഫേർട്ടിനാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മണി കുറച്ചധികം വേണ്ടി വരും. അത് മുന്നത്തെ വീഡിയോസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ കഴിഞ്ഞ വീക്കിലെ എക്സ്പീരിയൻസ്. ഞാനിപ്പോൾ കറന്റ്ലി 10th വീക്കാണ്. ഏകദേശം ഞാനൊരു 20th വീക്കൊക്കെ ആകാനുള്ളതാവണം. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒക്ടോബറിലാണ് ജോയിൻ ചെയ്തത്. ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ടാഗ് ചെയ്തിട്ടുണ്ട്, അവിടെ മെസ്സേജ് ചെയ്യുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്.
വരെ കോപ്രായൊന്നുമില്ല. സോ